ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണ് പ്രത്യേകത? പറ, എന്താണ് പ്രത്യേകത? അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ വന്നു. ഞാനിപ്പോൾ ഇത് കൺഫേം ആണെന്ന് അറിയുന്നത് ഈരാറ്റുപേട്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. ഓൾറെഡി എനിക്ക് 2 months ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, ഷുഗർ ടെസ്റ്റ് അങ്ങനത്തെയൊക്കെ, അതൊക്കെ ഇനി നെക്സ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് ജസ്റ്റ് ഹാർട്ട് ബീറ്റൊക്കെ കണ്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഷുഗർ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലേക്ക് പോകണം. ഈ ഷുഗർ ടെസ്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കാരണം ഞാൻ അധികം സ്വീറ്റ് കഴിക്കാത്ത ആളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഇത് ഒട്ടും കുടിക്കാൻ പറ്റുന്നുണ്ടില്ല. ലാസ്റ്റ് ഞാൻ അതിൽ ലെമൺ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ആ ടെസ്റ്റ് എടുത്തത്. കാരണം എനിക്കത് കുടിക്കാനേ കഴിയുന്നില്ല, എനിക്കത് കുടിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. എനിക്ക് സിറിഞ്ചൊക്കെ ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ. സംഭവം എല്ലാവരും ഇങ്ങനെ നമ്മളോട് പറയുമല്ലോ, 4 years ആയിപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ ആനിവേഴ്സറിയുടെ ഒരു സമയമായപ്പോഴാണ് നമുക്ക് ഈ ഒരു ഗുഡ് ന്യൂസ് അറിഞ്ഞത്. അപ്പോൾ ഇനിയും വൈകിക്കേണ്ടെന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറാണ്. പക്ഷേ എനിക്കിതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്, കാരണം എനിക്ക് സിറിഞ്ച് ഭയങ്കര പേടിയാണ്. അതിപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും എനിക്ക് ഏകദേശം ഒരു 6 months ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നല്ല പെയിനും ഉണ്ടായിരുന്നു കേട്ടോ, അത് അവർ കുത്തിയപ്പോഴൊക്കെ. ചിലപ്പോഴൊക്കെ എനിക്ക് ബ്ലഡ് എടുക്കുമ്പോൾ എനിക്ക് വേദന എടുക്കാറില്ല, പക്ഷെ ചിലർ കുത്തുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കാറുണ്ട്. ബാക്കിയുള്ള ഷുഗറെല്ലാം നമ്മൾ അല്ലാതെ സെർവിൽ തന്നെയാണ് നോക്കുന്നത്. ഇത് അങ്ങനെയുള്ള ടെസ്റ്റ് അല്ല കേട്ടോ. കൊച്ചിന് ബ്ലഡിന് ക്ലോട്ട് ആവാൻ താമസമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ്. അങ്ങനെ എന്തെങ്കിലും ക്ലോട്ടിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ടേ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ പിന്നെ ആ വിഷമം മാറ്റാൻ വേണ്ടി മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇത്തത്തയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങളുടെ എറണാകുളത്തേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ നമ്മൾ ഡോക്ടറോട് ചോദിച്ചായിരുന്നു യാത്ര ചെയ്തോട്ടേന്ന്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു, അങ്ങനെ പോയിക്കൊള്ളാൻ പറഞ്ഞു. നാട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു വൈറൽ ഇൻഫെക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതുപോലെ തന്നെ ഇഞ്ചക്ഷൻ വെക്കുക, ബ്ലഡ് എടുക്കുക, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ എൻ്റെ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോയി. പേടിയൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും എനിക്ക് സിറിഞ്ച് പേടി തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി മിക്സായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഓരോ മന്തും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ആ വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം മിക്സായിട്ടാണ് എൻ്റെ ഫോണിലും കിടക്കുന്നത്, ഓരോ ക്ലിപ്സ്. അങ്ങനെ നമ്മൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ, നമ്മുടെ അനോമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. കുറച്ച് ടൈം എടുക്കുന്നതായതുകൊണ്ട് ഇവരിവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ പിന്നെ പോയിട്ട് കുറേ വൈകിയാണ് വന്നത്. അങ്ങനെ വൈകി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട് ഈ മഴ. ഇവിടെ ഇങ്ങനെ നിന്ന് കാണാൻ കുറേ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഇവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് നല്ലൊരു ചെറിയൊരു തണുപ്പും ഒക്കെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോഴേക്കും വീണ്ടും ഡോക്ടർ എന്തോ തിയേറ്ററിൽ എന്തോ പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ കുറേ നേരം ഇരുന്നിട്ട് ഇരിക്കാൻ തന്നെ നല്ല 1.5 പോസ്റ്റായിരുന്നു. അങ്ങനെ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടി വി ഒക്കെ കണ്ടിരുന്നു. കുറച്ച് നേരം ഞാൻ ഉറങ്ങി. അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ പ്രഗ്നൻസി വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കൂട്ടി വെച്ച ഒരു കൊച്ചു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.